റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് നൂറിലെ 12-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. പതിനൊന്നാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ വിഷയം ഹദീസുൽ ഇഫ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി പാഠമായി അല്ലാഹു പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം എന്നത് വളരെ പ്രധാനമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചുള്ള അപവാദം, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആയത്താണ് 11-ാമത്തെ ആയത്ത്. 12-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്ത്, അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ നിലപാട് എന്തായിരുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഒരു ലൈംഗിക അപവാദം, അത് ആണിനെ പറ്റിയാവാം പെണ്ണിനെ പറ്റിയാകാം, അത് അയൽപക്കത്താകാം വീട്ടിലാകാം, സ്വന്തം ഭാര്യയെ പറ്റിയാവാം സ്വന്തം ഭർത്താവിനെ പറ്റിയാകാം, ഇങ്ങനെയൊക്കെ വരും. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇത് ഖുർആനിൽ പറയുന്ന നിയമങ്ങൾ, പല നിയമങ്ങളും ഖുർആനിൽ പറയുന്നത് ഈ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള സജീവമായ ഇടപെടലുകളാണ്. ഇപ്പോൾ മൊത്തം ഒരു സമൂഹത്തെ ബാധിക്കുന്ന കാര്യം അള്ളാഹ് അങ്ങനെ പറയും. അപ്പോൾ അവിടെ അള്ളാഹ് അയ്യുഹന്നാസ് എന്നൊക്കെ വിളിക്കും, ജനങ്ങളെ എന്ന് വിളിച്ച് പറയും. ചില കാര്യങ്ങൾ ഈമാനുള്ളവർ സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അവിടെ വിഷയമല്ല പ്രധാനം, ഈമാനാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമാണ്. ആ ആയത്തിൽ പറയുന്ന വിഷയം ഈമാനുള്ളവർക്ക് ബാധകമായ സംഗതിയാണ്. ഈമാനുള്ളവർക്കേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ആ കാര്യം ചെയ്താലുള്ള ഗുണം ഈമാനുള്ളവർക്ക് കിട്ടുള്ളൂ. ഈമാനുള്ളവരാണ് ആ കാര്യം ചെയ്യേണ്ടത്. ഒരു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ല ഒരു കാര്യം പറയുക ഖുർആനിൽ. കുറേ കാര്യം ഉണ്ടല്ലോ, ഉണ്ടോ? ഉണ്ട്. അതിൽ ആ പറയുന്ന വിഷയമല്ല പ്രധാനം. അതിലും പ്രധാനം എന്താ? സത്യവിശ്വാസികളെ എന്നുള്ള വിളിയാണ്. കാരണം എന്താ? സത്യവിശ്വാസി ആവാന്നുള്ളതാണ് പ്രധാനം. ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണോ അത് ചെയ്യണമെങ്കിൽ, അത് നടപ്പിൽ വരുത്തണമെങ്കിൽ, ആ ആയത്തിൽ പറയുന്ന കാര്യം അത് ഗുണകരമായി മാറണമെങ്കിൽ അയാൾക്ക് ആദ്യം എന്തുണ്ടാകണം? ഈമാൻ ഉണ്ടാവണം. മുഅ്മിനാണെങ്കിലേ ഫലമുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിനേക്കാൾ പ്രധാനം ആ പറയുന്ന ആദ്യത്തെ അഭിസംബോധനയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൽ അല്ലാഹു തആല സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കുറിച്ചാണ് പറയണത്. അവിടെ വിളി ആദ്യത്തിൽ കാണൂല. ഈ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നൊന്നും ആദ്യത്തിൽ കാണൂല. പക്ഷേ ഈ ആയത്തിൽ മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ മുഅ്മിനായ ആണിനും പെണ്ണിനും ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട് എന്തായിരുന്നു എന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കണ മുമ്പ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിച്ചു അല്ലേ? ഓർമ്മയില്ലേ? ആവർത്തിച്ച് ഈ ആയത്ത് നമ്മൾ എങ്ങനെ ഓതണമെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ വ്യത്യസ്ത ഖിറാഅത്തുകളൊന്ന് കേൾക്കണം. അതിൻ്റെ തദബ്ബുറും അതുപോലെ തന്നെ തദ്വീറും ഹദറും ഒക്കെ ഉള്ള വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ആ ഖുർആനിനോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്താണ്? തിലാവത്താണ്. അത് ശരിക്കും ഓതാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അർത്ഥം പഠിക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ ഖിറാഅത്തും പഠിക്കണം.
അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ പിന്നെ ആവർത്തിച്ചുള്ള ക്ലിപ്പുകൾ കേട്ടു. എന്നിട്ട് നമ്മൾ അത് ഏതൊക്കെ സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ഒന്ന് രണ്ട് വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ കേൾപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ ഓതിയതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പിന്നെ നമ്മൾ ഒരു സംഗതി നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ ഹൃദയത്തിൽ നിൽക്കണമെങ്കിൽ എന്തുണ്ടാവണം? ആയത്ത് മനപ്പാഠം ഉണ്ടാവണം. മനപ്പാഠം ഉണ്ടെങ്കിലേ നമ്മളെ ആ ആശയം എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അപ്പം അതുകൊണ്ട് പരമാവധി മനപ്പാടാക്കാൻ ശ്രമിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ കൂടെ ഊതുക കേട്ടോ. 12-ാമത്തെ ആയത്ത്. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് നമ്മൾ പഠിച്ചത്, ഹിഫ്ളാക്കാൻ വേണ്ടി നമ്മൾ കേട്ടത്. ഇനി ഇതിൻ്റെ വ്യത്യസ്ത ഖിറാഅത്തുകൾ കുറച്ച് കേൾപ്പിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ പോകാം, ശ്രദ്ധിച്ച് കേൾക്കും ചെയ്യാം. അതിൽ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിക്കുക, ഓരോ മഖ്റജുകളും പ്രത്യേകം ശ്രദ്ധിക്കുക, നിയമങ്ങളും ശ്രദ്ധിക്കുക. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين വഖഫിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ, നമ്മൾ എല്ലാവർക്കും ഒരു ആയത്ത് ഓതുമ്പോൾ എല്ലായിടത്തും ശ്വാസം പിന്നെ നിർത്താതെ നമുക്ക് ഓതാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നിർത്തേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കേട്ട ഖിറാഅത്തിൽ ലൗലാ ഇദ് സമയത്തുമു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറൻ വഖാലു അല്ലേ. ഇങ്ങനെ പിന്നെ വഖാലു ഹാദാ ഇഫ്കും മുബീൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ കേട്ട 2 ഖിറാഅത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിർത്തിയതും അതിന് മുമ്പത്തതും ഒന്നുകൂടി കേട്ടോ. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ഒറ്റ ശ്വാസത്തിൽ നിർത്താതെ മുഴുവനായിട്ട് ഓതിയതാണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എവിടുന്ന് എടുക്കുകയാണ്? വന്നൽ മുഅ്മിനൂൻ അവിടുന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മറ്റോടത്ത് വഖാലു എന്നുള്ളിടത്താണ് വഖഫ് ചെയ്തത്. അപ്പോൾ വഖാലു എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുമ്പോൾ പിന്നെ വന്നൻ്റെ അവിടുന്ന് എടുക്കേണ്ട കാര്യമില്ല. പിന്നെന്ത് ചെയ്താൽ മതി? വഖാലു അവിടുന്ന് എടുത്താൽ മതി.
بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين മനസ്സിലായത്? لولا ഇത് സുദേശിൻ്റെ ഒത്താണ്, ഹറമിലെ ഇമാമില്ല. അപ്പോൾ അവിടെ പിന്നെ അൻഫുസിഹിം ഖൈറ എന്ന് വഖഫ് ചെയ്താൽ വഖാലു ഹദ അങ്ങനെയും ഓതാ. അതെ, മടക്കി ഓതേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ വ്യത്യസ്ത കിറാത്തുകൾ കേൾക്കുന്നത്. ഇതിൻ്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് തദബ്ബുർ, തദ്വീർ, ഹദിർ, ഇങ്ങനെ പല ടൈപ്പ് കിറാത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ കിറാത്തുകൾ ഏതെങ്കിലും ഒരു കിറാത്തായിരിക്കണം നമ്മൾ. അതേ സമയത്ത് പിന്നെ ഹൈറം വഖാലു എന്ന് ഓതിയിട്ട് ഹാദാ ഇഫ്കു മുബീൻ ഓതാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വഖഫ് ചെയ്യേണ്ട സ്ഥലവും വഖഫ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലവും വഖഫ് ചെയ്യാൻ നിർത്താൻ പാടില്ല. ഇനി നിർത്തുകയാണെങ്കിൽ അത് തലക്ക് നിർത്ത് ഓതേണ്ടതുണ്ട്. അങ്ങനെ ഓതുകയാണെങ്കിൽ എവിടെ നിന്ന് എടുത്ത് ഓതണം എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഖുർആൻ നമ്മൾ ഓതുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ കഴിയാം, അതാണ് നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. നമ്മൾ ഒരേമാതിരി രണ്ട് ഖിറാഅത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ടതും ഫസ്റ്റ് കേട്ടതും ഇത് കേട്ടതും ഒരേ നിയമത്തിലാവും. അതേ സമയത്ത് അവിടെ നിർത്തിയതിന് ശേഷം പിന്നെ വഖാലു പറയാതെ തന്നെ ഇപ്പുറത്തേക്ക് ഓതുന്നതും നമ്മൾ കേൾക്കും. ഇനി ഇതിൻ്റെ പിന്നെ തർത്തീലായിട്ടുള്ള ഓത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കുന്നത്. വളരെ സാവകാശമുള്ള ഓത്ത്, അതിൻ്റെ ഹർഫുകൾ ഓരോന്നും മനസ്സിലാക്കുന്ന ഓത്ത്. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا ഈ ഖിറാഅത്തിനൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഓരോ അക്ഷരങ്ങളും ശരിക്കും അതിൻ്റെ മഹ്റജിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ വലൗലാ സമിഅ്തുമൂഹു എന്നുള്ളിടത്ത് ആ സീനും മീമും ഐനും താവും ഒക്കെ അങ്ങോട്ട് വേറിട്ട് കിട്ടും. ആ നമ്മൾ ആ ഓത്തിൻ്റെ സമിഅ്തുമൂഹു എന്ന് പറയുന്നത് ഒന്നും കൂടി കേട്ടു. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا അപ്പോൾ എന്താണ് ഈ ആയത്തിലെ വിഷയം? അസ്സംഉ വല്ലന്ന് എഴുതി വെക്കണം നോട്ട് ബുക്കിൽ കേട്ടോ. ഈ ആയത്തിൽ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം അസ്സംഉ വല്ലന്നു. പേനുണ്ടാ? മുകളിൽ എഴുതുന്ന പേനുണ്ടോ? അസ്സംഉ വല്ലന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. മഷിണ്ട
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അസ്സംഉ വല്ലന്നു എന്ന് പറയുന്ന വിഷയം. എന്താണ് സമഅ എന്ന് പറഞ്ഞാൽ? കേൾവിയാണ്. ലന്ന് ഊഹം. ലന്ന് ഊഹം. ഒന്ന് കേൾവി, രണ്ട് ഊഹം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ പറഞ്ഞത് സത്യവിശ്വാസികളോടുള്ള നിർദ്ദേശമാണ്. ഇത് ഈ വിഷയത്തേക്കാൾ പ്രധാനം എന്താണ്? മുഅ്മിനാവുക, മുഅ്മിനത്താവുക എന്നതാണ്. കേൾവി, നമ്മൾ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കണ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കേൾവിയും ഊഹവും. ഇത് ശരിക്കും ഖുർആനിലെ ആയത്തുകളെ മുന്നിൽ വെച്ച് നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഓർഡറിൽ പോലും കാണാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുമ്പോൾ അതിൽ ആദ്യം ചെവി, കണ്ണൊക്കെ വരുന്നതിന് മുമ്പ് പാകപ്പെടുന്നത് ചെവിയാണെന്നാണ്. പിന്നെയാണ് കണ്ണ്, ഹൃദയം ഒക്കെ വരുന്നതെന്നാണ്. ചെവിയാണ് ആദ്യം വരുന്നതെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ കേൾവി, കാഴ്ച, ചിന്ത അതിൽ ആദ്യം പ്രയോഗിച്ചത് സമഅണ്. ദുനിയാവിൽ പരലോകവുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുമ്പം അവിടെ ആദ്യം ബസർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം എന്തുകൊണ്ടാണ് എന്നുള്ളത്, പിന്നെ പറയാം. പരലോകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ദുനിയാവിൽ അല്ലാഹു തആല ദുനിയാവുമായി ബന്ധപ്പെട്ട് നമ്മോടുള്ള ജീവിതത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ജീവിത ശൈലികൾ, ഇതൊക്കെ പറയുമ്പം ആദ്യം അല്ലാഹ് പറയുന്നത് സമഅണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു, അതിൻ്റെ കാരണം ഈമാൻ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഒരാൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ കണ്ടായിരുന്നു, പക്ഷെ സ്വർഗം കിട്ടിയില്ല, സ്വർഗം അയാൾക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം, ഒരേ ഒരു കാരണം, ആദ്യ കാരണം അയാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ ഖുർആനിൽ നമ്മൾ സാധാരണ കേൾക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഒരുപാട് അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? അല്ലദീന ആമനു എന്നുള്ളതാണ്, അല്ലേ? ഈമാനാണ്. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ നമ്മൾ പ്രവർത്തിച്ചതൊന്നുമല്ല പ്രധാനം. പ്രവർത്തിക്കാനേ ഒരാൾക്ക് അവസരം കിട്ടില്ല വിചാരിച്ചോളി. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിട്ട് പ്രഖ്യാപിച്ചു, ഉടനെ അയാളുണ്ട് മരിച്ചു വിചാരിക്കുക. അയാൾക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? അമൽ ചെയ്യാൻ പറ്റിയില്ല. അയാൾ സ്വർഗത്തിലോ നരകത്തിലോ? സ്വർഗത്തിലാണ്. അപ്പം ഒരാൾ ചോദിക്കുകയാണ്, ഇയാൾ പറഞ്ഞതിന് മുമ്പ് ഇയാളിപ്പോൾ 50-ാമത്തെ വയസ്സിലാണ് ഇയാൾ എന്ത് ചെയ്യണത്? 50 വയസ്സ് വരെ അയാൾ ശിർക്കും ചെയ്തു, പല തോന്നിയാസം ചെയ്തു. അങ്ങനെ 50-ാമത്തെ വയസ്സിൽ അയാൾ തൗബ ചെയ്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു ഉടനെ മരിച്ചു. അപ്പോൾ ഈ ഇത്രയും കൊല്ലം ചെയ്ത തോന്നിയാസൊക്കെ ഉണ്ടല്ലോ, എന്താ അതിൻ്റെ ഹുക്മ്? ഷഹാദത്തോടു കൂടി യഹ്ദിമു മക്കാന ഖബ്ലഹു. മനസ്സിലാ പറഞ്ഞത്? അത് തൗബ ചെയ്തിട്ടാണ്. തൗബ ചെയ്ത് അയാൾ ഷഹാദത്ത് ചെയ്യാണ്. ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഈമാൻ സ്വീകരിച്ച് അയാൾ പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അയാൾ എന്തായി? അയാൾ തൗബ അടക്കം സംഭവിച്ചവിടെ. കാരണം ആ ഒരു ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന്, തിരിച്ചറിവിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യണത്? ഇത് പ്രഖ്യാപിക്കണത്. പേരിന് പ്രഖ്യാപിക്കണതൊക്കെ നിഫാക്കാണ്, പേരിൻ്റെതല്ല പറഞ്ഞത്. ആത്മാർത്ഥമായി മനസ്സിൽ ഉൾക്കൊണ്ട് അയാൾ ഇത് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അയാളെ തൗബ കൂടി അവിടെ. എന്താ തൗബ പറഞ്ഞാൽ?
പശ്ചാത്താപം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ മൊഞ്ചുള്ള വാക്കാണ്. ശരിക്ക് താബ യതൂബു തൗബ, ആ വാക്കിൻ്റെ മീനിങ് എന്താ ശരിക്കും? അത് നമ്മൾ ചൊറുക്കുള്ള വാക്ക്, അതിൻ്റെ ഒറിജിനൽ വാക്കെന്താ? മടങ്ങി എന്നാണ്. താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. എല്ലാ മടക്കത്തിനും താബ പറയില്ല. മടങ്ങി എന്നതിന് അറബിയിൽ ആദ അല്ലെങ്കിൽ റജ എന്നാ പറയാ. അറബിയിൽ റജ മടങ്ങി, അല്ലെങ്കിൽ ആദ മടങ്ങി. അതുകൊണ്ടാണ് ഈദ് ഉണ്ടായത്. മടങ്ങി എല്ലാ കൊല്ലം ഇങ്ങനെ മടങ്ങി മടങ്ങി തിരിച്ചിങ്ങനെ വരുന്നുണ്ട് ഈദായത്. ഈദ് പറഞ്ഞാൽ ആഘോഷം എന്നല്ല അർത്ഥം. ഈദ് പറഞ്ഞാൽ ആണ്ട് എന്നാണ്. ഈദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആണ്ട് എന്നാണ്. അതിങ്ങനെ കൊല്ലം കൊല്ലം മടങ്ങി മടങ്ങി ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് അതെന്തായത് ഈദായത്, ആഘോഷം. ആദ പറഞ്ഞാൽ മടങ്ങി എന്നാ. റജ എന്ന വാക്കെന്നൊക്കെയാണ് റജ എന്നൊക്കെ പറയും. പക്ഷെ താബ എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്താപത്തോടെ, അതീവമായ ദുഃഖത്തോടെ, ഖേദത്തോടെ മടങ്ങിയതാണ്. ഖേദത്തോടെ മടങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ യാത്ര പോയി, അങ്ങനെ ആക്സിഡൻ്റായി, കൂടെ ഉള്ളവരൊക്കെ മരിച്ചു, പിന്നെ അയാൾക്ക് വീട്ടിലേക്ക് അയാൾ ദുഃഖത്തോടെ മടങ്ങി എന്നുള്ള ആ മടക്കല്ല. ആ മടക്കല്ല. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞു വരണത്. ഒരാളിപ്പോൾ ഒരു യാത്ര പോയി, അങ്ങനെ യാത്ര പോയിട്ട് അയാളെ കൂടെയുള്ള ആൾക്കാരൊക്കെ മരിച്ച് അയാൾ ഒറ്റയ്ക്ക് പേരേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അയാൾ ഭയങ്കര ദുഃഖത്തോടു കൂടി ആ ഖേദത്തോടു കൂടി മടങ്ങണില്ല താബ അറിയാം. താബ എന്ന് പറയുന്നത് അയാളെ ജീവിതത്തിൽ അയാൾ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്തു. അത് അയാൾക്ക് ബോധ്യപ്പെട്ടു, അയാൾക്ക് മനസ്സിലായി. ഞാനിതുവരെ ചെയ്തത് മുഴുവൻ ഷിർക്കാണ്, ഞാനിതുവരെ ചെയ്തത് മുഴുവൻ വിഗ്രഹാരാധനയാണ്, ബിംബാരാധനയാണ്, ഞാൻ ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന അതിഭയങ്കരമായ സങ്കടം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? അല്ല, ആദ്യം അയാൾക്ക് ഇൽമുണ്ടാവണം, അയാൾ പഠിക്കണം. ആ പഠനത്തിൽ നിന്നാണ് അയാൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ടാണ് ഈമാന് ഇൽമെന്ന ഉണ്ടാകുക എന്ന് പറയാനുള്ള കാരണം. ഈമാന് ഇൽമെന്ന ഉണ്ടാവുക എന്നുള്ള പറയാം. അയാൾക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇത് ബോധ്യപ്പെടണം, അയാൾ പഠിക്കണം. ഒരു മുസ്ലിമായ പെൺകുട്ടിനെ പ്രേമിച്ചിട്ട് ഓളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുത്തൻ മതത്തിൽ കൂടുന്നത് ഇസ്ലാമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഈ ലവ് ജിഹാദൊക്കെ തള്ളാനുള്ള കാരണം. അതൊന്നും ഒരു ജിഹാദും അല്ല, അങ്ങനെ ഒരു ജിഹാദേ ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ പറഞ്ഞു? മറ്റ് മതസ്ഥയിൽപ്പെട്ട ഒരു പെൺകുട്ടികളെ സ്നേഹിച്ചിങ്ങാണ്ട് കല്യാണം കഴിച്ച് ദീന് കൂട്ടുക എന്നുള്ള പരിപാടിന് എന്തിലില്ല. ഓന് ഇസ്ലാമും അല്ല, ഓൻ ഇസ്ലാമിലും ഇല്ല, ഓന് മതത്തിലും ഇല്ല, ഓന് പുറത്താ. അങ്ങനത്തെ പരിപാടിനില്ല. അപ്പം അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പം നല്ലത് മുസ്ലിമീങ്ങളെ കൂടെ കുറേ സക്കാത്തും സദക്കയും കിട്ടും, തടി നനയാതെ വയർക്കാതെ ഈ ഇസ്ലാമിൻ്റെ ഒരു പുതു മുസ്ലിം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണെന്ന് പള്ളിക്കലൊക്കെ നടന്നാൽ ആ സർട്ടിഫിക്കറ്റ് നടന്ന കുറേ പൈസ ഇട്ടൊന്ന് വിചാരിച്ചിട്ടാണ് ഒരുത്ത മുസ്ലിമായി വിചാരിച്ചോളി. എന്താപ്പം ചെയ്യേണ്ടി? ആണാണെങ്കിൽ ഒന്ന് പോയിട്ട് സുന്നത്ത് ചെയ്യണം, അത് മുറിക്കണ വേദന സഹിച്ചാൽ മതി, പിന്നെ വേദന ഒന്നും സഹിക്കണ്ട. ഒരുത്തം വിചാരിക്കുകയാണ് പൊന്നാനി പോയി തൊപ്പിട്ടാൽ മതി, എന്നിട്ട് ഓന് സർട്ടിഫിക്കറ്റ് പൊന്നാനി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഓന് നടക്കണ വിചാരിച്ചോളി. അത് ഇസ്ലാമാണോ? ആണോ? അല്ല. അപ്പം ഒരാൾ, റഫീഖ് ഭായ് ശ്രദ്ധിക്കണം, ഒരാൾ ഷഹാദത്ത് കലിമ ശരിക്ക് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്ത്? അയാൾ തൗബ ചെയ്തിട്ടാണ് അയാൾ അത് സ്വീകരിക്കണത്. അല്ലാതെ അയാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അയാൾക്കത് ബോധ്യപ്പെട്ടു, അയാൾ പഠിച്ചു, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി, ഷിർക്കിൻ്റെ ഗൗരവം അയാൾ മനസ്സിലാക്കിയത്. ഷിർക്കിൻ്റെ ഗൗരവം അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ചെയ്ത തിന്മയുടെ ഗൗരവം മനസ്സിലായി. ഈ തിന്മകളും തെറ്റുകളൊക്കെ എവിടേക്കാണ് എത്തുക എന്നുള്ളത് മനസ്സിലായി. അയാൾക്ക് സ്വർഗം ബോധ്യപ്പെട്ടു, നരകം ബോധ്യപ്പെട്ടു. സ്വർഗം ബോധ്യപ്പെട്ടു, നരകം ബോധ്യപ്പെട്ടു. അപ്പോഴാണ് പരലോകം ബോധ്യപ്പെട്ടു, ആഖിറം ബോധ്യപ്പെട്ടു. അങ്ങനെ ആഖിറം ബോധ്യപ്പെടുന്ന ഒരാളാണ് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുക. ആയി തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യം, നിസ്സാരമായ വിഷയമല്ല. എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയും ആഖിറവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരാൾക്ക് അത് ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുക? ഇത് അംഗീകരിക്കുക. അപ്പോഴാണ് അള്ളാഹനെ അയാൾക്ക് മനസ്സിലാകുക, അള്ളാഹനെ അയാൾക്ക് ബോധ്യപ്പെടുക. അപ്പോഴാണ് അയാൾ ആരാധനയെപ്പറ്റി മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് എന്തിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്ക്ക് മാത്രം എന്തിനെ ഇബാദത്താക്കണം എന്നൊക്കെ അയാൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യണത്? അത് പ്രഖ്യാപിക്കണത്.
അല്ലാണ്ട് പ്രഖ്യാപിച്ചു, ഉടനെ മരിച്ചു. ആ പ്രഖ്യാപനം അയാളെ തൗബയാണ്. മനസ്സിലായിട്ട് പറഞ്ഞേ. ഇനിയിപ്പം ഞമ്മക്ക് തൗബുണ്ട്. ആ തൗബ ഏതാ? നമ്മൾക്ക് അശ്വതല്ല ഇല്ലാതെ പ്രഖ്യാപിച്ചോലാണ്. അശ്വതൻ്റെ മുഹമ്മദ് റസൂൽ പ്രഖ്യാപിച്ചോലാണ്. ആ പ്രഖ്യാപിച്ചതിന് ശേഷം തൗബ ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? ആ തൗബ ഉണ്ട്. നമുക്ക് തൗബല്ലേ? ഉണ്ട്. സംഗതി മനസ്സിലായ? ക്ലിയറായ സംഭവം. അപ്പം ഒരാളുടെ തൗബ അങ്ങനെയാണ്. അപ്പം അമൽ, ഞാൻ പറഞ്ഞത് ആമനു അമൽ. അപ്പം അമൽ സാലിഹാത്തുകൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനം എന്താണ്? ഈമാൻ. ഇനി ഒരാൾ ഈമാൻ സ്വീകരിച്ചു, അയാൾക്ക് ബോധ്യപ്പെട്ടൊക്കെ ചെയ്ത്, പിന്നെ പക്ഷേ അയാൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നാൽ അത് പറ്റുമോ? ഒരാൾക്ക് സംഗതിയൊക്കെ ബോധ്യപ്പെട്ടു, സംഗതിയൊക്കെ ക്ലിയറാണ്, അള്ളാൻ്റെ ഏകത്വം ബോധ്യപ്പെട്ടു, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് അയാൾക്ക് പഠിച്ച് മനസ്സിലായി, അതൊക്കെ അയാൾക്ക് ഉറപ്പായി, മരണവും പരലോകവും ഒക്കെ അയാൾക്ക് ബോധ്യപ്പെട്ടു, എല്ലാം ബോധ്യപ്പെട്ടു. പക്ഷെ ആ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യണം. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് അമലുകൾ ഈ വിശ്വാസത്തെ അമൽ കൊണ്ട് തുടർത്താത്തവന് ഈ വിശ്വാസത്തിൽ ആത്മാർത്ഥത ഇല്ലാതെയാകും. ഈ ബോധ്യപ്പെട്ട സംഗതിയിൽ യഖീൻ ഇല്ലാതെയാകും. ഇല്ലാതിരിക്കുമ്പോൾ, അമലില്ലാതിരിക്കുമ്പോൾ. മനസ്സിലാവണില്ല പറഞ്ഞത്? ഒരാൾക്കൊരു ബോധ്യപ്പെട്ടാൽ അയാളെ ജീവിതം മാറണം. അയാളൊക്കെ ഇതൊക്കെ ഉൾക്കൊണ്ട് സംഗതി സത്യാന്നൊക്കെ മനസ്സിലായി. പക്ഷെ അയാളെ ജീവിതം ആദ്യത്തെ ജീവിതം തന്നെയാണെങ്കിൽ ഈ ബോധ്യപ്പെട്ടത് കൊണ്ടോ പ്രഖ്യാപിച്ചത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഇല്ല. അയാൾ മാറണം. ജീവിതം കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുന്നിൽ അഷ്ഹദു എന്ന വാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴാണ് സ്വീകരിക്കുക? അഷ്ഹദു, എൻ്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയൂ സാക്ഷിയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് തെളിയിക്കുകയാണ്. അതാണ് അമല്, അതാണ് അമല് സ്വാലിഹാത്ത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാംകാർ എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്. ഒരാൾ ചോദിക്കുകയാണ്, ഇസ്ലാംകാർ ഈമാൻകാർ നമ്മളെ വ്യത്യാസം എന്താണ്? ഇസ്ലാംകാർ ഈമാൻകാർ നമ്മളെ വ്യത്യാസം എന്താണെന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും ഈമാൻകാർ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്, ഇസ്ലാംകാർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യണ കാര്യങ്ങൾ. അപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ. അപ്പോൾ ഒരാൾ പറയണേ, അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ തന്നെയല്ലേ? അല്ലേ? ഈമാൻ കാര്യങ്ങളിൽ ഒന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? ഈമാൻ കാര്യങ്ങളിൽ ഒന്നെന്താണ്? അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നെന്താ? അതെന്താ? നിസ്കാരം, നോമ്പ്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയല്ലേ? നിസ്കരിക്കണം, 5 നേരം നിസ്കാരം നിർബന്ധമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ മതിയോ? നിസ്കരിക്കണ്ടേ? സക്കാത്ത് കൊടുക്കണം എന്നൊരാൾ വിശ്വസിച്ചാൽ മതിയോ? സക്കാത്താണ്ട് ഇറങ്ങണ്ടേ? കൊടുക്കണ്ടേ? കൈകൊണ്ട് വേണ്ടേ? അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ചെയ്യൽ? അതാണ് ജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യണമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് തടി കൊണ്ട് ചെയ്യാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തടി കൊണ്ട് ചെയ്യലെങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തടി കൊണ്ട് ചെയ്യൽ ശിർക്ക് ചെയ്യാതിരിക്കല. ലാ ഇലാഹ ഇല്ലല്ലാഹ് തടി കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ഷിർക്ക് അയാൾ ചെയ്യൂല. ഒരാൾ തടി കൊണ്ട് ചെയ്യണം. അയാൾ എല്ലാ വ്യാഴാഴ്ചയും മമ്പുറത്തേക്ക് സ്വലാത്തിന് പോവും. സ്വലാത്ത് നല്ലതാണ്, വ്യാഴാഴ്ച നല്ലതാണ്. പക്ഷേ മമ്പുറത്തേക്ക് പോണത് എന്തുകൊണ്ടാ? സ്വലാത്ത് എല്ലാ വ്യാഴാഴ്ചയും പള്ളിക്കലൊന്നും തിരിഞ്ഞെല്ലിയാൽ മതിയല്ലോ. അപ്പോൾ അയാൾ തടി കൊണ്ട് ഷിർക്ക് ചെയ്യാനാണ് പോണത്. അയാൾക്കൊരു വിശ്വാസം ഉണ്ട് അവിടെ. അയാളെ രോഗങ്ങൾ മാറ്റാൻ, കച്ചവടത്തിൽ ബർക്കത്ത് തരാൻ, വീട്ടിൽ ഹൈറും ബർക്കത്ത് തരാനൊക്കെ അള്ളാഹ് ഇവന് ഇടയാളനാക്കി വെക്കാനാണ് പോണത്. തരുന്നതൊക്കെ അയാൾ വിശ്വാസം തന്നെ എന്നാ, പക്ഷെ ഒരു ഇടയാളനെ വെക്കാനാണ് പോണത്. അതാണ് മക്കാ മുശ്രിക്കിൻ്റെ ഷിർക്ക്. മനസ്സിലായില്ലേ? അമ്പുറത്ത് തങ്ങൾ എന്നൊരു വസീല സ്വീകരിക്കാനാണ് പോണത്. അവിടെ ഷിർക്ക് വരണേ. അപ്പോൾ അത് പോകലാണ് എന്ത്? ഇസ്ലാം കാര്യങ്ങൾ ഒന്ന് തെറ്റിക്കുക. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടൊരാൾ തെറ്റിക്കുകയാണ്. എന്താ? നിസ്കരിക്കണില്ല, അല്ലെങ്കിൽ നിസ്കാരം മട്ടത്തിന് ചെയ്യണില്ല. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഖുശൂ ഇല്ല, ആ നിസ്കാരം ഇല്ല, അത് ഔട്ടായി ചെയ്യാണ്.
സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണില്ല, അയാൾ കൃത്യമായിട്ട് കണക്കൊന്നും വെക്കണില്ല, അയാൾ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് പൈസ എടുത്ത് കൊടുക്കുമായിരിക്കും, കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. അതുപോരാ, സക്കാത്ത് കൃത്യമാണ്, ക്ലിപ്ത. ഒരു ബാങ്കിൽ സമ്മതിക്കുമോ കുറച്ച് പൈസ ഞാൻ ഇപ്പം തരാം, നിങ്ങൾ അങ്ങനെ ഒരു കൊട്ടക്കണക്കിന് പറ്റുമോ? ബാങ്കായിട്ട് ഇടപാട് നടത്തിയിട്ടില്ലേ? അതെന്താ ബാങ്ക് ക്ലിപ്തം, ബ്രാക്കറ്റിൽ ഒരു ക്ലിപ്തം എന്ന് കണ്ടില്ല നിങ്ങൾ ബാങ്കിൻ്റെ ബാക്കിൽ? അതെന്താ? ഡേറ്റും സംഖ്യയും കറക്റ്റാണ്. സക്കാത്ത് അതാണ്. ഞാൻ സക്കാത്ത് കൊടുക്കണം, അത് കുറച്ച് പൈസ ഒക്കെ ഞാൻ എടുത്ത് സക്കാത്ത് എറിഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വീടൂല സക്കാത്ത്. നിസ്കാരം ഞാൻ നിസ്കരിക്കേണ്ട റുക്കോ സൂചിതൊക്കെ ഉണ്ടല്ലോ, നിസ്കാരമാവോ? ഇല്ല. സക്കാത്ത് ക്ലിപ്തമാണ്. സാമ്പത്തിക ഇടപാട് എങ്ങനെ? അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം പിന്നെ ജനുവരി 1 കല്യാണം. അപ്പം ജനുവരി 1 കല്യാണം കഴിഞ്ഞു. കുറച്ച് സ്വർണം ആ ജനുവരി 1 പെണ്ണുങ്ങളോടെ പറഞ്ഞ കേട്ടാ, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാനാ. ജനുവരി 1 ഒക്കെ സ്വർണം കിട്ടിയത്. ഉള്ള സ്വർണത്തിൻ്റെ മാലിക്ക 10 പവനുണ്ട്. 10 പവനുണ്ട്. അതിൻ്റെ 2.5% സക്കാത്ത്. 2 പവനല്ല, 2.5%. എങ്ങനെ? അതിൻ്റെ വില കണക്കാക്കണം. എല്ലാ കൊല്ലം ഒരേ വില ആവില്ല, ഓരോ കൊല്ലം വില കണക്കാക്കണം. അപ്പോൾ വില കണക്കാക്കിയിട്ട് 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യേൻ്റെ സ്വർണ്ണം വിചാരിച്ചോളി, അതിൻ്റെ 2.5% കൊടുക്കണം. അപ്പോൾ 1 ലക്ഷത്തിന് 2000 വെച്ച് കൊടുക്കണം. അപ്പോൾ 2000 ഇൻറ്റു 10 എത്രയാണ്? അത്ര കൊടുക്കണം. 2500. അപ്പോൾ ആ ഇൻറ്റു കുടിച്ചിട്ട് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. പറഞ്ഞ് മനസ്സിലായണ്ട? അത് എന്ന് കൊടുക്കണം? അടുത്ത വർഷം കറക്റ്റ് കൊടുക്കണം. ബാങ്കിൽ നമ്മളൊരു സംഗതി വായ്പ എടുത്ത് അല്ലെങ്കിൽ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് ആ ഡേറ്റ് പറഞ്ഞ് ആ 1-ാം തീയതി 2-ാം തീയതി ആയാലും എന്താ പ്രശ്നം? കൊടുക്കണ്ടേ? അപ്പം അതാണ് സക്കാത്ത്. അപ്പം എന്താണ്? 1-ാം തീയതി ഞാൻ കൊടുത്തില്ല, 2-ാം തീയതി ഞാൻ മരിച്ചു. 2-ാം തീയതി മരിച്ചു, സക്കാത്ത് കൊടുക്കാത്തവനായിട്ടാണ് എന്തായത്? ഇസ്ലാം പൊളിഞ്ഞു. ഇസ്ലാം പൊളിയെന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യം ചെയ്യണവനാണ് മുസ്ലിം. അപ്പം ഇസ്ലാം കാര്യം ചെയ്യാതെ പോയി എന്ന് പറഞ്ഞാൽ ഓൻ ആരാകല്ലാതെ മരിച്ചു? മുസ്ലിം അല്ലാതെ മരിച്ചു. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവർ വീട്ടിയാൽ മതി. ഹജ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലേ വിചാരിക്കുക. അതെന്ത് ചെയ്താൽ മതി? നമ്മളെ ബാക്കിയുള്ളവർ നമ്മളെ സ്വത്തും വീതിക്കുമ്പം ഹജ്ജ് ചെയ്യാനുള്ള പൈസ മാറ്റി വെച്ചെങ്ങാണ്ട് നമ്മളെ മക്കളിൽ ആരാണോ ആദ്യം ഹജ്ജ് ചെയ്തത് ഒരു പൊരി ചെയ്താൽ മതി. നോമ്പ് ബാക്കിയുള്ളവർ വീട്ടിയാൽ മതി. പക്ഷേ സക്കാത്തോ? സക്കാത്തോ? ഞാൻ മരിച്ചതോടുകൂടി എൻ്റെ മുതൽ ആരാൻ്റെ മുതലായി? നിങ്ങൾ സ്വത്ത് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഓരിച്ചിട്ടും കാര്യമില്ല. ഞാൻ മരിച്ചതോടുകൂടി എൻ്റെ സമ്പത്ത് മുഴുവൻ എൻ്റെതല്ലാതായി. ആരുതായി? ബാക്കിയുള്ളവരുതായി. മനസ്സിലായണ്ട? അതുകൊണ്ടാണ് സക്കാത്ത് കൃത്യം കറക്റ്റ് ആ ഡേറ്റിന് ആ സംഖ്യ. പിന്നെ ഇപ്പോൾ 2500 കൊടുക്കേണ്ടത് 2500 കൊടുക്കാതെ ഒരു 10 പൈസ ബാക്കിയാക്കി വെച്ച് കൊടുത്താൽ പറ്റൂല. ആ 10 പുറത്ത് വിഷമാണ്, ഹറാമാണ്. സക്കാത്ത് കൊടുക്കാത്ത മുതലാണ് ഹറാമിൻ്റെ സ്വത്തിൽ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ളത്. സക്കാത്ത് കൊടുക്കാത്ത മുതലാണ്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പം വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ എന്തിനാണ് പറഞ്ഞത്? ഈമാനുള്ള ആളുകൾക്ക് ഒരാൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടു. എന്താ കാരണം? അയാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു. ഈമാനില്ലാത്ത ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചില്ല, സക്കാത്ത് കൊടുത്തില്ല, അയാൾ അതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് പിന്നെ അയാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. പക്ഷെ അയാൾ പറയാണ് ഈമാൻ വിശ്വാസമല്ലേ? നിങ്ങൾ വർത്തനല്ലേ? ഈമാൻ വിശ്വാസമല്ലേ? അല്ലേ? അപ്പം ഒരാൾ നിസ്കരിക്കണില്ല, ഇതൊക്കെ ചെയ്യാത്ത ഒരാൾ അങ്ങനെ മരിച്ചാലും അയാൾക്ക് ഈമാൻ കിട്ടാതെ മരിക്കാന്നാ പറയാ, അല്ലേ? അപ്പം ഒരാളുടെ കർമ്മവും ഈമാനും തമ്മിലുള്ള ബന്ധമാണ് ഈ പറഞ്ഞത്. അയാൾ മരിച്ചാൽ അങ്ങനെ ഒരാൾ അയാൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, എന്നിട്ടും അയാൾ മരിച്ചാൽ അയാൾക്ക് ഈമാൻ ഇല്ലാതെ മരിച്ചു എന്നാ പറയാ, അല്ല ഈമാൻ ഇല്ലാത്തവനായിട്ടാണ് മരിച്ചത്. അപ്പം ഇതിന് വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളത് ഏത് സമയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മൾ എന്ത് ചെയ്യണം?
മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഒരാളുടെ ഒരാളുടെ ലന്ന്, ഇത് രണ്ടും ഈമാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ കാര്യമാണ്. സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യം. അപ്പം ഞാൻ പറഞ്ഞൊരു കുട്ടിക്ക് ആദ്യം രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇല്ലാത്ത ഒരാൾക്ക് തക്കല്ലുമിന് കഴിയില്ല. ജന്മനാ ഇല്ലാത്ത ഒരു കുട്ടിക്ക്, കേൾവില്ലാത്തൊരു കുട്ടിക്ക് എന്തിന് കഴിയില്ല? തക്കല്ലുമിന് സംസാരിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സംസാരം, അത് തക്കല്ലുമ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ആണ്. ആദ്യം നമ്മൾ കേട്ട് തുടങ്ങുകയാണ്, സംസാരിച്ച് തുടങ്ങല്ല. എപ്പം മുതൽ കേൾക്കുന്നറിയോ? ഗർഭപാത്രത്തിൽ വെച്ച് കേൾക്കും. ഉമ്മ സംസാരിക്കുന്നത്, ഉമ്മ ഖുർആൻ ഓതുന്നത് എല്ലാം ആര് കേൾക്കും? ഈ കുഞ്ഞ് കേൾക്കും. മുതൽ തുടങ്ങുകയാണ്. കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ സമ്മും ബസറും ഫുആദൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എന്ത് പറഞ്ഞത്? പറഞ്ഞത്. അപ്പം കേൾവി നമ്മുടെ ഈമാനിനെ ബാധിക്കും. 2 ലന്നാണ്. എന്താ ലന്ന് പറഞ്ഞാൽ? ഊഹം. നമ്മളൊരു കാര്യം ഊഹിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം ആണ്. അപ്പം അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ ചോദ്യം കേട്ടോളി, പരലോകത്ത് ഒന്നാമതായി ഈ തടിയുമായി ബന്ധപ്പെട്ട ചോദ്യം. നമുക്കറിയാം, കണ്ണ് തന്നു, കാത് തന്നു, ഹൃദയം തന്നു, കൈകാലുകൾ തന്നു, ബാഹ്യമായ ആന്തരികമായ ഒട്ടനവധി അവയവങ്ങൾ തന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്. ചോദ്യമുണ്ട്, ഒരു സംശയവും വേണ്ട. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇന്ന പിന്നെയാണ് ബസർ, പിന്നെയാണ് ഫുആദ്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദ്യം ചെയ്യപ്പെടും. ആദ്യം ചോദ്യം ചെയ്യപ്പെടുക കാതാണ്. ഇതിനെപ്പറ്റിയാ. അതുകൊണ്ട് എന്തൊക്കെ കേൾക്കാൻ പാടില്ല, എന്തൊക്കെ കേൾക്കാം, നിർബന്ധമായും കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നിർബന്ധമായും കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കേട്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ചില വാർത്തകൾ, ചില കാര്യങ്ങൾ നമ്മളെ ചെവിയിലേക്ക് വരും. അങ്ങനെ വരുന്ന ഒരു കാര്യത്തോട് നമ്മുടെ സമീപനം എങ്ങനെ ആയിരിക്കണം? എവിടുന്ന് ചെവിയെ തിരിച്ചു വിടണം? ഈ മുഅ്രിദാകുക, തിരിഞ്ഞു പോവുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഖുർആനിൽ സൂറത്ത് മുഅ്മിനൂൻ ആദ്യ ഭാഗത്ത് കാണാം, ആരാണ് വിജയിച്ച മുഅ്മിനീങ്ങൾ, ഈമാൻ കിട്ടി മരിച്ചോൽ ആരാണ് എന്ന് പറയുന്നുണ്ട്. ഈമാൻ കിട്ടി മരിച്ച ആൾക്കാരുടെ അടയാളം പറയുന്നുണ്ട്. അതിൽ പറഞ്ഞൊരു അടയാളം അനിൽ ലഹ്വി മുഅ്രിദൂൻ, ഒരു വിനോദം. ആ ലഹ്വ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സംഗീതം, മ്യൂസിക്, ഇങ്ങനെ അടക്കമുള്ള ഒരു ഭൗതികമായ അത്തരം കാര്യങ്ങൾ കാണുമ്പം അത്തരം കാര്യങ്ങളുടെ സദസ്സുകളിൽ നിന്ന് അവർ തിരിഞ്ഞു പോരും എന്ന് പറയുന്നുണ്ട്. കാരണം അത് ആ കേൾവി അവൻ്റെ ഈമാനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കേൾക്കാതെ ചെവിയെ തടഞ്ഞു വെച്ചവനാണ് മുഅ്മിൻ, അവനാണ് ഈമാൻ കിട്ടി മരിച്ചവൻ. ഈമാനെ സ്വർഗം നഷ്ടപ്പെടാൻ കാരണം സ്വർഗം നഷ്ടപ്പെടാൻ കാരണം ഈമാൻ നഷ്ടപ്പെടാൻ കാരണം എന്ത്? അതപ്പോൾ നമ്മൾ പഠിക്കണത് അതാണ്. അസ്സംഉ വല്ലന്ന്, അസ്സംഉ വല്ലന്നുണ്ട്, അസ്സംഉ വത്വാഅ വേറൊരു വിഷയമാണ്. അത് നമ്മൾ ഇവിടെ താനൂര് നമ്മളെ സെൻട്രൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചൊരു വിഷയമാണ് അസ്സംഉ വത്വാഅ. ഇത് അസ്സംഉ വല്ലന്ന് പരിശുദ്ധ ഖുർആനിൽ എഴുതിക്കൊള്ളൂ. എന്ത്? ഇല്ല, അത് ലാലിമല്ല. ഖുർആനിൽ അല്ലാഹു തആല സംഅ എന്ന വാക്ക് ഖുർആനിൽ ആവർത്തിച്ചത് 22 തവണയാണ്. 22 തവണയാണ് സംഅ എന്ന വാക്ക് ആവർത്തിച്ചത്.
വേറെണ്ട് ഇട സമിയ യസ്മഉ സമിയ, അതിൽ നിന്നുണ്ടായ കുറേ വാക്കുകൾ വേറുണ്ട്. അതൊന്നും കൂട്ടാതെ സംഇ എന്ന കേൾവി, കേട്ടു, കേൾക്കും, കേൾക്കുന്നവർ എന്നൊക്കെ വേറുണ്ട്. അത് കൂടാതെ കേൾവി എന്ന് മാത്രം ഖുർആൻ 22 സ്ഥലത്ത് പറഞ്ഞു. എന്നാൽ ലന്ന് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ അത് ആവർത്തിച്ചത് 20 തവണയാണ്. ലന്ന് ആവർത്തിച്ചത് 20 തവണയാണ്. ലന്ന് എന്ന വാക്ക് ആവർത്തിച്ചത്. ഊഹം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇത് എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും, ഏതൊക്കെ രൂപത്തിൽ ബാധിക്കും, വളരെ ഗൗരവകരമായ ചില കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സഹോദരങ്ങളെ, ക്ലാസ് മുടക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെ ഈമാനിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓമനിച്ച് താലോലിച്ച് ശ്രദ്ധയോടെ നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന സംഗതി എന്താണ്? അവനവൻ്റെ ഈമാനാണ്, അല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഓമനിച്ച് താലോലിച്ച് സംരക്ഷിച്ച് സുരക്ഷിതമാക്കി വെക്കുന്ന സംഗതി ഈമാനാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെയാണ് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ഖുർആൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാണ്ട്, ഈ ആയത്തിൻ്റെ അർത്ഥം പഠിക്കാണ്ട്, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നേർത്തി തരുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ശക്തമായ ഈമാനിൻ്റെയും തഖ്വയുടെയും ഉടമകളാക്കി അള്ളാഹു നമ്മളെല്ലാവരെയും മാറ്റി തരുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല ശരീരത്തിന് ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.